2 മാങ്ങ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കണം. ഇത് സ്റ്റീമറാണ്. ഇതിനകത്ത് വെച്ച് ഒരു 2 മിനിറ്റ് ഇത് അരിഞ്ഞ് ചെറിയ പീസാക്കി 2 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. വെന്ത് പോകരുത്, കറുകറന്നിരിക്കണം. ശേഷം അച്ചാറിട്ടതാണിത്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അരിഞ്ഞ് സ്റ്റീം ചെയ്തെടുത്ത മാങ്ങ, ചെറിയ പീസായി അരിഞ്ഞ് സ്റ്റീം ചെയ്തെടുത്ത മാങ്ങ ചീനച്ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ച് അത് മൂത്ത് വരുമ്പോൾ കടുക് മാത്രം ഇട്ടാൽ മതി, ഉലുവായിടണ്ട. പിന്നെ അല്പം 2-3 സ്പൂൺ ഉലുവായും കടുകും കൂടെ ആദ്യമായിട്ട് വറുത്ത് പൊടിച്ച് മാറ്റി വെക്കണം. 2 സ്പൂൺ കടുകും 2 സ്പൂൺ ഉലുവായും വറുത്ത് പൊടിച്ച് മാറ്റി വെക്കണം. അതിന് ശേഷം നല്ലെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് മുളക് പൊടി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ പൊടിച്ച് വെച്ച ഉലുവായും കടുകും കൂടി അതിനകത്തേക്ക് ചേർത്ത് നന്നായി ഇറക്കി വെച്ചതിന് ശേഷം ഈ സ്റ്റീം ചെയ്ത് വെച്ച മാങ്ങ അതിനകത്തേക്കിട്ട് ശരിയാക്കി എടുത്തതാണിത്. നല്ല ടേസ്റ്റാണ്. വിനാഗിരി വേണ്ട, കുറേ നാളത്തേക്ക് കേടുകൂടാതിരിക്കും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഗൈസ്, എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ശരി, ഓക്കേ.